Hi, good morning all. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഇൻഫർമേഷൻ ഗെയിൻ ജിനി ഇൻഡെക്സ് ഈ രണ്ട് മെട്രിക്കുകൾ ഉപയോഗിച്ച് ഫീച്ചർ സെലക്ഷൻ ഉപയോഗിക്കുന്ന രണ്ട് മെട്രിക്കുകളാണ് ഇൻഫർമേഷൻ ഗെയിൻ ആസ് വെൽ ആസ് ജിനി ഇൻഡെക്സ്. ഇതെങ്ങനെയാണ് ഇൻഫർമേഷൻ ഗെയിൻ ഒരു ഡിസിഷൻ ട്രീയെ സംബന്ധിച്ച് എങ്ങനെ ഇൻഫർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യും, ഇൻഫർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല എന്താണ്, അതുപയോഗിച്ച് നമ്മൾ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത ഒരു സാമ്പിൾ ഡാറ്റാ സെറ്റിന്റെ ഇൻഫർമേഷൻ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കും, ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇൻഫർമേഷൻ ഗെയിൻ എന്ന് ചോദിക്കാം. ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് എക്സാമ്പിൾസ്. നമ്മൾ സാധാരണഗതി നേരത്തെ പഠിച്ചത് ടേബിൾ 8.1 എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതിനകത്ത് എത്ര എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു? 10 എക്സാമ്പിൾസ് ഉള്ള ഒരു സെറ്റാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇതാണ് ടേബിൾ എന്ന് വിചാരിക്കുക. ഈ ടേബിളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതിനകത്ത് എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 എക്സാമ്പിൾസ് ഉള്ള ഒരു ഡാറ്റാ സെറ്റ്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുവാണ് എസ് എന്ന് പറയുന്നത് ഈ ടേബിൾ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ആൻഡ് ലെറ്റ് എ ബി എ ഫീച്ചർ ഓർ ആൻ ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്നത് ഈ കേസിൽ നമ്മൾ പറയുന്നത് ലെറ്റ് us assume ദാറ്റ് എ എന്ന് പറയുന്നത് ഗീവ്സ് ബർത്ത് എന്നുള്ള ആട്രിബ്യൂട്ട് ആണ് എ എന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് എസ് വി ബി ദ സബ്സെറ്റ് ഓഫ് എസ് വിത്ത് എ ഇസ് ഈക്വൽ ടു വി. അപ്പോൾ എസ് വി എന്ന് പറയുന്നത് എന്താണ്? ഈ മെയിൻ ടേബിള് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു വിത്ത് ദി ഫസ്റ്റ് ആട്രിബ്യൂട്ട്. ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗീവ്സ് ബർത്തിന്റെ വാല്യൂ എസ് വരുന്ന ഒരു സബ് ടേബിൾ ഉണ്ടാക്കുന്നു, ഗീവ്സ് ബർത്തിന്റെ വാല്യൂ നോ വരുന്ന ഒരു സബ് ടേബിൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് എസ് വി എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് സബ്സെറ്റ് ഉള്ളതിൽ ഒരു സബ്സെറ്റ് ആണ് എസ് വി എന്ന് പറയുന്നത്. എസ് വി എസ് എ സിംഗിൾ സബ്ജക്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റും, ഈ ആദ്യം കാണുന്ന ഈ ടേബിൾ, ദിസ് ഈസ് a subset of this table, one with gives birth is having a value s. Okay, and the values of a be the set of all possible values of a. ഞാൻ ഇതിനകത്ത് ആദ്യത്തെ attribute gives birth എടുക്കുകയാണെങ്കിൽ what is values of gives birth is equal to set yes or no is the values of gives birth. Is set yes or no. Okay. ഇനി values of a be the set of all possible values of a. അങ്ങനെയാണെങ്കിൽ then the information gain of an attribute a relative to the set s denoted by gain of s a. അപ്പൊ ഞാൻ ഈ കേസിൽ ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട്, ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ നമ്മൾ എങ്ങനെ പറയാം? ദ ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് ദ ആട്രിബ്യൂട്ട് ഗീവ്സ് ബർത്ത് വിത്ത് റെസ്പെക്ട് ടു ദ റിലേറ്റീവ് ടു ദ സെറ്റ് എസ്. സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് എസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേസിക് ടേബിൾ ആണ് സെറ്റ് എസ്. ഈസ് ഡിനോട്ടഡ് ബൈ ഗെയിൻ ഓഫ് എസ് എ. അപ്പൊ നമ്മൾ ഇത് നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. യു ഹാവ് a table 8.1. ടേബിൾ 8.1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച ടേബിൾ ആണ്. അതിനെ ഞാൻ ഫസ്റ്റ് ഗീവ്സ് ബർത്തിന്റെ ആട്രിബ്യൂട്ട് ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. യു വിൽ ഗെറ്റ് എ ടേബിൾ 8.2 and this is table 8.3. ടേബിൾ 8.3. ഇതിനകത്ത് എസ് എന്ന് പറഞ്ഞ ഏത് ആട്രിബ്യൂട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണ്. ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നു. ടേബിൾ 8.2 വിത്ത് ഗീവ്സ് ബർത്തിന്റെ വാല്യൂ എസ് വരുന്ന ആണ് ടേബിൾ 8.2, നോ വരുന്നതാണ് ടേബിൾ 8.3. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ കേസ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് ആൻ ആട്രിബ്യൂട്ട് എ റിലേറ്റീവ് ടു സെറ്റ് എസ്. അപ്പോൾ ഇന്നത്തെ ആട്രിബ്യൂട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കേസിൽ ആട്രിബ്യൂട്ട് എ ഇസ് ഈക്വൽ ടു, ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ്, ദിസ് എക്സാമ്പിൾ ഇറ്റ് ഈസ് ഗീവ്സ് ബർത്ത് ഈസ് ദി ആട്രിബ്യൂട്ട്.
Okay, gives birth is the attribute. അപ്പോൾ gives birth എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിനെ വിത്ത് റെസ്പെക്ട് ടു നമുക്ക് ഇൻഫർമേഷൻ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള അതിന്റെ ഫോർമുലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദ ഫോർമുല ഈസ് നത്തിങ് ബട്ട് ഗെയിൻ ഓഫ് എസ് കോമ എ ഇസ് ഈക്വൽ ടു എൻട്രോപ്പി ഓഫ് എസ്. എൻട്രോപ്പി ഓഫ് ദ ടേബിൾ 8.1 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻട്രോപ്പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഗെയിനിനകത്ത് ഈ എൻട്രോപ്പിയുടെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എൻട്രോപ്പി ഓഫ് എസ് എന്ന് പറഞ്ഞ എൻട്രോപ്പി ഓഫ് ദ എൻറ്റയർ ടേബിൾ 8.1 കണ്ടുപിടിക്കുന്നു. Minus sigma v belongs to values of a. What are the values of the first attribute gives birth? Values of a is equal to yes and no. In particular example, values of a ennu paranju kazhinjal is equal to set yes or no. ഇങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സിഗ്മ വി ബിലോങ്സ് ടു വാല്യൂസ് ഓഫ് എ. മോഡുലോ ഓഫ് എസ് വി. എസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടേബിൾ 8.2 എന്താണ് എസ് വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദ സബ് ടേബിൾ. ഫോർ എക്സാമ്പിൾ, ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ ഈ പർട്ടിക്കുലർ 8.1നെ ഗീവ്സ് ബർത്തിന്റെ വാല്യൂ യെസും നോ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 സബ് ടേബിൾ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ടേബിൾ എന്ന് പറഞ്ഞ ടേബിൾ, ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഈസ് കോൾഡ് ആസ് ടേബിൾ 8.2 and this is actually table 8.3 which is a subset of the table 8.1. അപ്പോൾ ഇതിനകത്ത് എത്ര എക്സാമ്പിൾസ് ഉണ്ട്? വാട്ട് ഈസ് എസ് വി, മോഡുലോ ഓഫ് എസ് വി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ടേബിൾ എടുക്കുന്നെങ്കിൽ ഫസ്റ്റ് ടേബിളിൽ വാട്ട് ഈസ് ദ സൈസ് ഓഫ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഇൻ ദിസ് പർട്ടിക്കുലർ ടേബിൾ വിച്ച് ഈസ് ഈക്വൽ ടു 4. എസ് വി ഓഫ് ദി സെക്കൻഡ് ടേബിൾ ഈസ്, നമ്മൾ സിഗ്മ എടുക്കുമ്പോൾ 2. എസ് വി ഓഫ് ദ സെക്കൻഡ് ടേബിൾ ഈസ് നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഇൻ ദ സെക്കൻഡ് ടേബിൾ, ദാറ്റ് ഈസ് 1 2 3 4 5 6 വിച്ച് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറയുന്നത് എസ് മോഡുലോ ഓഫ് എസ് വി ഡിവൈഡഡ് ബൈ മോഡുലോ ഓഫ് എസ്. മോഡുലോ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഇൻ ദ ഒറിജിനൽ ടേബിൾ 8.1ൽ എത്ര എക്സാമ്പിൾസ് ഉണ്ടോ നമ്മൾ നോക്കുന്നു. 8.1ൽ 10 എക്സാമ്പിൾസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 10 ഇൻടു എൻട്രോപ്പി ഓഫ് എസ് വി. എൻട്രോപ്പി ഓഫ് എസ് വി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 2 ടേബിൾ ഉണ്ട്. ഓരോ ടേബിളിന്റെ എൻട്രോപ്പി കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, ഈ കേസിൽ ടേബിൾ 8.2ന്റെ എൻട്രോപ്പി കണ്ടുപിടിക്കണം. ടോപ്പ് ടേബിൾ 8.3യുടെ എൻട്രോപ്പി കണ്ടുപിടിക്കണം. എൻട്രോപ്പി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നേരത്തെ പറഞ്ഞ പോലെ ഫോർമുല സിഗ്മ ഇൻറ്റു മൈനസ് പി ഐ ലോഗ് ടു ദ ബേസ് 2 ഓഫ് പി ഐ ഫോർ ഐ ഇസ് ഈക്വൽ ടു 1 to c. എത്ര ഔട്ട്പുട്ട് ക്ലാസ് ഉണ്ടോ അത്രയും ഔട്ട്പുട്ട് ക്ലാസ് വെച്ച് നമ്മൾ ഇതിന്റെ വാല്യൂസ് എൻട്രോപ്പിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ഡാറ്റാ സെറ്റ് ഉപയോഗിച്ച് നമ്മൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് us wrap these things. അപ്പോൾ ഞാൻ ഒന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് എ ടേബിൾ with respect to information gain of an attribute relative to a table or a set S is denoted by gain of S is equal to entropy of S minus sigma V belongs to values of A. A എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്രിബ്യൂട്ട് ആണ്. ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയും. മോഡുലോ ഓഫ് എസ് വി, number of examples in the subtable with a particular value divided by the total number of examples in the original set multiplied by entropy of SV. അതിന്റെ സം ആണ്. അപ്പൊ ഈ കേസിൽ ഈ പർട്ടിക്കുലർ ടേബിളിൽ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് എ സം ഓഫ് 2 വാല്യൂസ്. ഒന്ന് ഗീവ്സ് ബർത്തിന്റെ വാല്യൂ യെസും നോയും ആണ്. അപ്പൊ 2 കമ്പോണൻസ് ഉണ്ടാവും. ഫസ്റ്റ് കമ്പോണന്റിനകത്ത് നമ്മൾ ഫസ്റ്റ് ടേബിൾ അതിനകത്തുള്ള വാല്യൂസ്, സെക്കൻഡ് കമ്പോണന്റ് രണ്ടും കൂടെ ചേരുന്നതാണ് ഇതിന്റെ എൻട്രോപ്പി. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യുന്നു. നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻഫർമേഷൻ ഗെയിൻ എസ് കോമ ഗീവ്സ് ബർത്ത്. ഇപ്പൊ ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആട്രിബ്യൂട്ടിന്റെ ഇൻഫർമേഷൻ ഗെയിൻ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണ് ഞാൻ ഇപ്പോൾ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ,
ആദ്യമേ നോക്കുക A1 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എന്നാണ് അർത്ഥം. A എന്ന് പറഞ്ഞ A1 എന്ന് പറഞ്ഞ ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണെന്ന് അതിന്റെ അർത്ഥം. ഈ ടേബിളിൽ ആദ്യത്തെ ആട്രിബ്യൂട്ട് എന്താണ്? ഗീവ്സ് ബർത്ത് എന്ന് പറഞ്ഞ ഇതാണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ആട്രിബ്യൂട്ട്. ഗീവ്സ് ബർത്ത് ഈസ് ദ ഫസ്റ്റ് ആട്രിബ്യൂട്ട്. സോ ദിസ് ഈസ് A1. അക്വാറ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ A2, ഏരിയൽ ആനിമൽ എന്ന് പറഞ്ഞാൽ A3, ഹാസ് ലെഗ്സ് എന്ന് പറഞ്ഞാൽ A4. അങ്ങനെ 4 ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. ഇതിനകത്ത് A1 ഈസ് ഈക്വൽ ടു ഗീവ്സ് ബർത്ത്. വാട്ട് ആർ ദ വാല്യൂസ് ഓഫ് A1? ഇതിനകത്ത് നമുക്കറിയാൻ പറ്റും A1 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് യെസോ നോയോ ആണ്. സോ ദ വാല്യൂസ് ഓഫ് ദ A1 ഈസ് സെറ്റ് യെസ്, നോ. ഇനി വാട്ട് ഈസ് എസ് ഓഫ് A1 ഇസ് ഈക്വൽ ടു യെസ്? അപ്പൊ നമുക്ക് നോക്കാം. A1ന്റെ വാല്യൂ യെസ് വരുന്ന എത്ര എക്സാമ്പിൾസ് ഉണ്ട്? 1, 2, 3, 4. സോ മോഡുലോ ഓഫ് എസ് ഓഫ് A1 ഇസ് ഈക്വൽ ടു യെസ് ഇസ് ഈക്വൽ ടു 4. അത് നമുക്ക് ടേബിൾ 8 ഇത് നോക്കി അറിയാം. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ടേബിളിൽ ഗീവ്സ് ബർത്തിന്റെ വാല്യൂ എസ് ആയിട്ടുള്ളത് 4 ഇതാണ് വരുന്നത്. സോ മോഡുലോ ഓഫ് എസ് ഓഫ് A1 ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു 4. എൻട്രോപ്പി ഓഫ് എസ് ഓഫ് A1 ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു 1.5. അത് നേരത്തെ A1 ഇസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞ ആ സബ് ടേബിൾ, ദാറ്റ് ഈസ് ദിസ് ടേബിൾ. ടേബിൾ 8.2ന്റെ എൻട്രോപ്പി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എൻട്രോപ്പി എത്രയായിരുന്നു? എൻട്രോപ്പി നമ്മൾ എങ്ങനെ ഏത് ഫോമിൽ ഉപയോഗിച്ചാണ് എൻട്രോപ്പി കണ്ടുപിടിക്കുന്നത്? സോ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to C മൈനസ് PI into log to the base 2 of PI. That is the entropy. ഈ എൻട്രോപ്പി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനകത്ത് സി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ക്ലാസ് ലേബിൾസ് ഉണ്ട്? ഈ പർട്ടിക്കുലർ ടേബിൾ എത്ര ക്ലാസ് ലേബിൾസ് ഉണ്ട്? 1, 2, 3 ക്ലാസ് ലേബിൾസ് ഉണ്ട്. മാമൽ, ബേർഡ് ആൻഡ് ഫിഷ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞാണ്, എന്നാലും ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. 1 to 3 P മൈനസ് PI എന്ന് പറഞ്ഞ പ്രൊപ്പോർഷൻ ഓഫ് 1 എന്ന മാമലിന്റെ പ്രൊപ്പോർഷൻ എത്രയാണ്? ഇതിനകത്ത് മൊത്തം 4 എക്സാമ്പിൾസ് ഉണ്ട്. 2/4. അപ്പൊ ഇതിനെ നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? യു ക്യാൻ റീറൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, സംവാട്ട് ലൈക്ക് ദിസ്. To minus 2/4 into log to the base 2 of 2/4 പ്ലസ് രണ്ടാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബേർഡ് ആണ്. ബേർഡിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 4 എക്സാമ്പിൾസിൽ ഒരെണ്ണമാണ് ബേർഡ്. പ്ലസ് മൈനസ് 1/4 into log to the base 2 of 1/4 പ്ലസ് ഇനി അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ്. ഫിഷിനെ അഗെയിൻ ഒരൊറ്റ എക്സാമ്പിളേ ഉള്ളൂ. അതിന് യു ക്യാൻ റൈറ്റ് ഇറ്റ് സംവാട്ട് ലൈക്ക് ദിസ്. minus 1/4 into log to the base 2 of 1/4. ഇതാണ് ഇതിന്റെ ഈ പെർട്ടിക്കുലർ ടേബിൾ 8.2ന്റെ എൻട്രോപ്പി. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് 1.5 എങ്ങനെ കിട്ടി എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. minus 2/4 into log, ഇതിനെ നമുക്ക് 2നെ 2^1 2^1 divided by 2^2 എന്ന് എഴുതാം. ഓക്കെ, minus 1/4 log 1/4 which is equal to 2^0 divided by 2^2. 1/4നെ 2^0 divided by 2^2 എന്ന് എഴുതാം. ഇതുപോലെ തന്നെ minus 1/4നെ log of 2^0 divided by 2^2 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ലോഗരിതത്തിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം നമ്മൾ പറയുന്നത് എന്താണ്? ഇപ്പൊ ഇതിന്റെ ലോഗ് ഓഫ് 2^1 log m/n is log m minus log n which is equal to 2^1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - 2 എന്ന് എഴുതാം. 1 - 2 into -2/4 minus 1/4 into 2^0 by 2^1 is 0 - 2 plus minus 1/4 into 0 - 2. This is 4/4, that is equal to 1, which is equal to 1 plus, you can write it as 1 plus 2/4 is 4/4, that is
sorry, this is 1 by 4 minus 2 by 4 into 1 minus 2. 1 minus 2 എന്ന് പറഞ്ഞാൽ this is for example 1 minus 2 ആണ്. 1 minus 2 is equal to minus 1. So minus 1 into 2 by 4 minus 2 by 4 is 2 by 4, which is equal to 1 by 2. So this is 1 by 2 plus minus 1 by 4 into 0 minus 2, that is equal to into 0 minus 2, that is 2 by 4, that is 1 by 2 plus 1 by 2, which is equal to 1.5. So ഈ പർട്ടിക്കുലർ ടേബിളിന്റെ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ഇതിനകത്ത് 2ന്റെ എക്സ്പോണൻഷ്യൽ പവർ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിന്റെ log to the base 2 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതിന്റെ എൻട്രോപ്പി കണ്ടുപിടിച്ചു. വാട്ട് ഈസ് എൻട്രോപ്പി? എൻട്രോപ്പി ഓഫ് എസ് ഓഫ് A1 ഈസ് ഈക്വൽ ടു എസ് ഈസ് 1.5. ഇനി എസ് ഓഫ് A1 ഈസ് ഈക്വൽ ടു നോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീവ്സ് ബർത്തിന്റെ വാല്യൂ നോ വരുന്ന കേസ്. സോ ദിസ് ഈസ് ദ കേസ്. നോ വരുന്ന എത്ര എക്സാമ്പിൾസ് ഉണ്ട്? എസ് മോഡുലോ ഓഫ് എസ് ബി എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 S6 വരും. പിന്നെ മോഡുലോ ഓഫ് എസ് പി ഇസിക്കൽ 6 വരും. എസ് ഓഫ് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിന്റെ വാല്യൂ എൻട്രോപ്പി ഓഫ് എസ് A1 ഇസ് ഈക്വൽ ടു നോഡ് എൻട്രോപ്പി വാല്യൂ എന്ന് പറഞ്ഞാൽ 1.7925 ആണ്. അത് വെച്ചിട്ട് നമ്മൾ ഗെയിൻ കണ്ടുപിടിക്കുന്നു. എൻട്രോപ്പി ഓഫ് എസ് ദാറ്റ് ഈസ് 2.2464 മൈനസ് വാട്ട് ഈസ് ദ ഫസ്റ്റ് വാല്യൂ? മോഡുലോ ഓഫ് എസ് ബി എന്ന് പറഞ്ഞാൽ എസ് ബി എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ മോഡുലോ ഓഫ് എസ് 10 ഇൻറ്റു എൻട്രോപ്പി ഓഫ് എസ് ഓഫ് A1 ഇൻറ്റു എസ് 1.5 മൈനസ് രണ്ടാമത്തെ കേസിൽ എസ് ഓഫ് A1 ഇസിക്കൽ നോയുടെ ഇത് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഡിവൈഡഡ് ബൈ മോഡുലോ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇൻറ്റു എൻട്രോപ്പി ഓഫ് എസ് A1 ഇസിക്കൽ ടു നോ 1.7925. നമ്മൾ നേരത്തെ എൻട്രോപ്പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ ഗെയിൻ ആസ് 0.5709 is the information gain. ഇനി അടുത്ത രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എടുക്കുക. വാട്ട് ഇസ് ദ സെക്കൻഡ് ആട്രിബ്യൂട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ ടേബിൾ? The second attribute of table 8.1 is aquatic animal. This is the second attribute. Aquatic animal. It is called as attribute A2 is the aquatic animal. Aquatic animal എത്ര values ഉണ്ട്? No ഉണ്ട്, yes ഉണ്ട്, semi ഉണ്ട്. There are 3 values for the aquatic animal. അപ്പോൾ aquatic animal എന്ന് പറഞ്ഞ ഫീച്ചറിന്റെ gain with respect to original table S, that is 8.1, that is this table. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ A2 is equal to അക്വാറ്റിക്കിന്റെ വാല്യൂ യെസ്, നോ, സെമി 3 വാല്യൂസ് ആണ് ഉള്ളത്. ദിസ് ഈസ് യെസ്, നോ, സെമി. എസ് ഓഫ് A1 is equal to യെസ് എത്ര വരും? ടേബിൾ 8.1 നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. A1 വാല്യൂ യെസ് ഉള്ളത് എത്രയാണ്? 1 2. സോ 2 is S of A1 is equal to S is 2. Entropy of A2 is equal to S. S of A2 is equal to S എന്ന് പറഞ്ഞാൽ minus P fish into log 2 of P fish. Okay. S of A2 is entropy of S of A2 is equal to S. A2 is equal to S എന്ന് പറയുമ്പോൾ ഏത് വരും? You can see സെക്കൻഡ് ഫീച്ചറിന്റെ വാല്യൂ എസ് വരുന്ന ഏതാണ്? ഓൺലി ദിസ് തിങ് ആൻഡ് 2 ടേബിളേ വരുന്നുള്ളൂ. ഈ 2 ടേബിളിന്റെ ഔട്ട്പുട്ട് വാല്യൂ എന്താണ്? ഫിഷ് ആണ്. ഓക്കെ. സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിഷ് ഈസ് 2 out of 10. ഒറ്റ പ്രൊപ്പോർഷനേ ഉള്ളൂ. വാല്യൂസ് ഓഫ് എ എന്ന് പറഞ്ഞ ഒറ്റ വാല്യൂ ആണ്. സോ യു ക്യാൻ സീ ദാറ്റ് ദ പ്രൊപ്പോർഷൻ ഈസ് ഓഫ് ഫിഷ് ഈസ് -2 by 2. രണ്ട് എക്സാമ്പിൾ ഉള്ള ഇതിനകത്താണെങ്കിൽ അതിന്റെ A2 ഇസിക്കൽ ടു എസിനകത്ത് 2 എലിമെന്റേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ഇതെന്ന് വെച്ചാൽ -2 by 2 into log 2 of 2 by 2. Log 2 of 2 by 2 is equal to 1 minus 1, that is 0. 2 raised to 1 divided by 2 raised to 1 to the base 2, that is 0. So the entropy of set A2 is equal to 0. S of A2 is equal to no എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. A2 സെക്കൻഡ് അക്വാറ്റിക്കിന്റെ രണ്ടാമത്തെ ഇതെടുക്കുക. ഇതിനകത്ത് നോ വരുന്ന എത്രയാണ്? 1 2 3 4 5 5 വരുന്നു.
ഓക്കെ. അതുപോലെ നമ്മൾ എൻട്രോപ്പി ഓഫ് എസ് എ ടു ഇസിക്കൽ ടു നോ 5 ഇത് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഇതിന്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുന്നു. എൻട്രോപ്പി 1.529 കണ്ടുപിടിക്കുന്നു. എസ് ഓഫ് എ ടു ഇസിക്കൽ ടു സെമി മോഡുലോ ഓഫ് ഇത് കണ്ടുപിടിക്കുന്നു. അതിന്റെ എൻട്രോപ്പി കണ്ടുപിടിക്കുന്നു. ഇത് മൂന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസാനം അതിന്റെ ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. ഗെയിൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ് എടുത്ത് നമ്മൾ അതിന്റെ ഗെയിൻ കണ്ടുപിടിക്കുന്നു. എൻട്രോപ്പി ഓഫ് എസ് മൈനസ് സിഗ്മ വി ബിലോങ്സ് ടു വാല്യൂസ് ഓഫ് എ ടു. ഇതിനകത്ത് 3 ടേം വരും. ഒന്ന് വാല്യൂസ് ഓഫ് എ ടു ഇസിക്കൽ ടു യെസ്, നോ ആസ് വെൽ ആസ് സെമി. അപ്പൊ 3 ടേംസിന്റെയും കൂടെ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദി ഫൈനൽ ഗെയിൻ ആസ് 1.485845. അപ്പോൾ നമ്മൾ ഈ 3 ആട്രിബ്യൂട്ടിനും നമ്മൾ ആദ്യത്തെ 2 ആട്രിബ്യൂട്ട് ആദ്യത്തെ 2 ആട്രിബ്യൂട്ടിനും ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്തു. ഫസ്റ്റ് ആട്രിബ്യൂട്ടിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്താണ്? ഗെയിൻ 0.5709 ആണ് ഗെയിൻ. രണ്ടാമത്തെ ആട്രിബ്യൂട്ടിന്റെ ഗെയിൻ എന്താണ്? 1.48545. അപ്പൊ ഈ ഗെയിനിന്റെ വാല്യൂ ഉപയോഗിച്ച് യു ക്യാൻ സെലക്ട് വെദർ ഫീച്ചർ A1 ഓർ A2 ഫോർ ക്ലാസിഫിക്കേഷൻ. അതാണ് നമ്മളുടെ ഫൈനൽ ഗോൾ. അപ്പോൾ ഇതാണ് ഇൻഫർമേഷൻ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് ഡിസിഷൻ ട്രീ അൽഗോരിതം ഉണ്ട്. അൽഗോരിതത്തിനകത്ത് ബേസിക്കലി ഈ ഇൻഫർമേഷൻ ഗെയിൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഇൻഫർമേഷൻ ഗെയിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഏത് ഫീച്ചറാണ്, ഓരോ ആട്രിബ്യൂട്ടിന്റെയും ഓരോ ഫീച്ചറിന്റെയും ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കും. എന്നിട്ട് അതിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. റാദർ ദാൻ നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ റാൻഡം ആയിട്ട് ഫസ്റ്റ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്തതുപോലെയല്ല, ഇൻഫർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫർമേഷൻ ഗെയിനെ കുറിച്ച് പറയാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ജിനി ഇൻഡെക്സ് എന്ന് പറഞ്ഞ പുതിയൊരു മെത്തേഡാണ്. അത് ദർ ഇസ് അനദർ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദി assigning numerical values for different data sets. അതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. Consider a data set S having R class labels C1, C2, etc. up to CR. Let Pi be the proportion of examples having the class label CAI. The Gini index of the data set S denoted by Gini of S is defined by Gini of S is equal to 1 minus sigma I is equal to 1 to R PI squared. അപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുക്കുക. ഇതിനകത്ത് പ്രൊപ്പോർഷൻ ഇതിനകത്ത് എത്രയുണ്ട്? നേരത്തെ 8.1 എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എത്രയുണ്ട്? വാട്ട് ആർ ദി വേരിയസ് വാല്യൂസ് ഓഫ് ദ ക്ലാസ് ലേബൽ? മാമൽ, റെപ്റ്റൈൽ, ഫിഷ്, ആംഫീബിയൻ, ബേർഡ്. 5 ക്ലാസ് ലേബൽസ് ആണ് ഉള്ളത്. സോ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ക്ലാസ് ലേബൽ നമുക്കറിയാം. ഏതൊക്കെയാണ്? മാമൽ എത്ര എണ്ണം ഉണ്ട്? മൊത്തം 10 എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ജിനി ഇൻഡെക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടേബിൾ എടുക്കുമ്പോൾ മാമൽ എത്രയുണ്ട്? 1, 2. സോ 2 ഔട്ട് ഓഫ് 10 ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് മാമൽ. പ്രൊപ്പോർഷൻ ഓഫ് റെപ്റ്റൈൽ എത്രയാണ്? റെപ്റ്റൈൽ ഒരെണ്ണമേ ഉള്ളൂ. സോ 1 ഔട്ട് ഓഫ് 10 ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് റെപ്റ്റൈൽ. ഫിഷ് എത്രയുണ്ട്? 2 എണ്ണം ഉണ്ട്. 2 ഔട്ട് ഓഫ് 10 ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഫിഷ്. ആംഫീബിയൻ എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. 3 ഔട്ട് ഓഫ് 10 ഈസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ആംഫീബിയൻ. ബേർഡ് എത്രയുണ്ട്? 2. 2 ഔട്ട് ഓഫ് 10 ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ബേർഡ്. ഈ പ്രൊപ്പോർഷൻ 1 മൈനസ് ഈ പ്രൊപ്പോർഷൻ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ ജിനി ഇൻഡെക്സ്. അതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എല്ലാത്തിന്റെയും പ്രൊപ്പോർഷൻ എടുത്തു, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഓരോ പ്രൊപ്പോർഷൻ എടുത്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊപ്പോർഷൻ എല്ലാം എടുത്തു, 1 മൈനസ് ഈ പ്രൊപ്പോർഷന്റെ സ്ക്വയർ, ഇതെല്ലാം കൂടെ സമ്മ് ചെയ്തു. മൈനസ് ഇത് ഹോൾ ആയതുകൊണ്ടാണ് എല്ലാം മൈനസ് വന്നത്. സോ ഇത് ജിനി ഇൻഡെക്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ ടേബിൾ ഈസ് 0.78. സോ ഐ തിങ്ക് യു ക്യാൻ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് ജിനി ഇൻഡെക്സ്. ഇനി അടുത്തൊരു ഒരു സംഭവമാണ് ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ്. ഈ സ്പ്ലിറ്റ് ഇൻഡെക്സും ഇതുപോലെ തന്നെ ഒരു ആട്രിബ്യൂട്ടിനെ വിത്ത് റെസ്പെക്ട് ആണ് പറയുന്നത്. ലെറ്റ് S be a set of examples. Let A be a feature, SV be the subset of S with A is equal to V and values of A be the set of all possible values of A. Then the Gini split index of A relative to S denoted by Gini split S comma A. നേരത്തെ നമ്മൾ ഇൻഫർമേഷൻ ഗെയിൻ ഓഫ് S comma A ക്ക് പകരം ഇപ്പൊ Gini split index of S comma A. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്മ ബിലോങ്സ് ടു V ബിലോങ്സ് ടു വാല്യൂസ് ഓഫ് A. നേരത്തെ നമ്മൾ ഗെയിനകത്ത് ഉപയോഗിച്ച മോഡുലസ് ഓഫ് എസ് വി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എസ് ഇൻറ്റു എൻട്രോപ്പി ഓഫ് എസ് വിക്ക് പകരം നമ്മൾ ജിനി ഇൻഡെക്സ് വാല്യൂ ഓഫ് എസ് വി ഉപയോഗിക്കുന്നു. നേരത്തെ ഇൻഫർമേഷൻ ഗെയിനിന് നമ്മൾ ഉപയോഗിച്ച ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എൻട്രോപ്പി ഓഫ് എസ് മൈനസ് ഇതാണ്. ജിനി ഇൻഡെക്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇത്രയും ഭാഗമേ ഉള്ളൂ. സിഗ്മ
B belongs to values of A modulo of SP divided by S into entropy of S ന് പകരം Gini index value ഉപയോഗിക്കുന്നു. അത്രേ ഉള്ളൂ അതിന്റെ വ്യത്യാസം. സോ അതിനെയാണ് നമ്മൾ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ്. അപ്പോൾ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? There will be a Gini split index value that can be assigned to all the attributes. അപ്പോൾ നമ്മളൊരു ഈ ടേബിൾ ഉണ്ടെങ്കിൽ ഈ ടേബിളിൽ ഓരോ ആട്രിബ്യൂട്ടിനും in this case gives birth എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കും, അക്വാറ്റിക് ആനിമലിന്റെ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കും, ഏരിയൽ ആനിമലിന്റെ കണ്ടുപിടിക്കും, ആസ്ലെക്സിന്റെ കണ്ടുപിടിക്കും. ഈ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സിൽ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ ട്രീ അൽഗോരിതം എന്ത് ചെയ്യുന്നു? ഈ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ് വാല്യൂസ് വെച്ചിട്ട് അതിൽ നിന്ന് ഏത് ഫീച്ചറാണ് ആദ്യം സെലക്ട് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കും. അതാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് അനദർ മെട്രിക് യൂസ്ഡ് ടു assign numerical value to attributes for feature selection in the case of a decision tree. അടുത്തത് ഗെയിൻ റേഷ്യോ എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ടും കൂടെ പറയുന്നുണ്ട്. ഗെയിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഫീച്ചർ സെലക്ഷൻ മെഷറാണ്. നമ്മൾ 3 ഫീച്ചർ സെലക്ഷൻ മെഷറാണ് പറഞ്ഞത്. ഒന്ന് ഇൻഫർമേഷൻ ഗെയിൻ, രണ്ടാമത്തെ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ്, മൂന്നാമത്തത് ഗെയിൻ റേഷ്യോ. ഗെയിൻ റേഷ്യോയിലും ഇതേപോലെ തന്നെ ഗെയിൻ S, A is equal to entropy of S minus sigma. ഇതാണ് ഗെയിൻ നമ്മൾ കണ്ടുപിടിച്ചത്. Then ഇത് ഇൻഫർമേഷൻ ഗെയിൻ നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല പറഞ്ഞു. ഇനി ജിനി സ്പ്ലിറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ I is equal to 1 to C SI modulo of SI by S into log to the base 2 of SI by S. ഇതാണ് നമ്മൾ ഗെയിൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഗെയിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഡിവൈഡഡ് ബൈ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ഓഫ് SA. അപ്പോൾ ഗെയിൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫർമേഷൻ ഗെയിൻ കണ്ടുപിടിക്കുന്നു, അതിന്റെ ഇൻഫർമേഷന്റെ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ കണ്ടുപിടിക്കും. സ്പ്ലിറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ I is equal to 1 to C modulo of SI divided by modulo of S into log to the base 2 of modulo of SI divided by S. ഈ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ, ഈ സ്പ്ലിറ്റ് ഇൻഫർമേഷനും ഗെയിനും തമ്മിൽ ഗെയിൻ ഡിവൈഡഡ് ബൈ ദ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ വിൽ ഗിവ് യു ദി ഗെയിൻ റേഷ്യോ. ഇനി ഗെയിൻ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് നമ്മളെ ടേബിൾ 8 മോഡുലോ ഓഫ് S 10 ആണ്. എൻട്രോപ്പി കണ്ടുപിടിച്ചു, ഗെയിൻ നേരത്തെ കണ്ടുപിടിച്ചു. സ്പ്ലിറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലോ ഓഫ് S ഡിവൈഡഡ് ബൈ മോഡുലോ ഓഫ് സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ഓഫ് A ഗീവ്സ് ബർത്തിന്റെ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ ആണ്. ഗീവ്സ് ബർത്തിന്റെ വാല്യൂ S വരുന്നത് എത്രയാണ്? 4/10 into log to the base 2 of 4/10. 10 എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലോ ഓഫ് S എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഇൻ S എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീവ്സ് ബർത്തിന്റെ വാല്യൂ S ഉള്ള എത്ര എക്സാമ്പിൾസ് ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഗീവ്സ് ബർത്തിന്റെ വാല്യൂ S ഉള്ളത് 4 എക്സാമ്പിൾസ് ആണ് ഉള്ളത്. ഓക്കെ, യു ക്യാൻ സീ ദർ ആർ ഓൺലി 4 എക്സാമ്പിൾസ് വിത്ത് ഗീവ്സ് ബർത്ത് ഈസ് S. സോ ദിസ് ഈസ് ആക്ച്വലി 4/10 into log to the base 2 of 4/10. ഇനി രണ്ടാമത്തെ S of S എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ടു ദ ബേസ് ഇത് കാണിച്ചു മൈനസ് S of no എന്ന് പറഞ്ഞാൽ അതിനകത്ത് 6 രണ്ടാമത്തെ ടേബിളിൽ 6 എക്സാമ്പിൾസ് ഉണ്ട്. 6 divided by 10 into log to the base 2 of 6/10. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്പ്ലിറ്റ് ഇൻഫർമേഷൻ കഴിഞ്ഞു. ഗെയിൻ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു 0.5709. ദാറ്റ് ഡിവൈഡഡ് ബൈ ദി സ്പ്ലിറ്റ് ഇൻഫർമേഷൻ വിൽ ഗിവ് യു ദി ഗെയിൻ റേഷ്യോ. അപ്പോൾ 3 മെഷേഴ്സ് ആണ് നമ്മൾ ബേസിക്കലി ഡിസിഷൻ ട്രീയില് ഓരോ ആട്രിബ്യൂട്ടിനും നമ്മൾ ഒരു വെയിറ്റ് അല്ലെങ്കിൽ വാല്യൂസ് അസൈൻ ചെയ്യുന്നു. ഈ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഏത് ഫീച്ചറിനെ അടിസ്ഥാനപ്പെടുത്തി ഈ ടേബിളിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഏതൊക്കെയാണ് 3 മെഷേഴ്സ്? ഒന്ന് ഇൻഫർമേഷൻ ഗെയിൻ, രണ്ടാമത്തത് ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ്, മൂന്നാമത്തത് ഗെയിൻ റേഷ്യോ. ഈ 3 മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ 3 മെത്തേഡ്സും പല ഡിസിഷൻ ട്രീ അൽഗോരിതംസും പല മെത്തേഡ്സ് ഏതെങ്കിലും ഈ മെത്തേഡ്സ് ഓരോന്ന് ഉപയോഗിച്ചിട്ടാണ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസിഷൻ ട്രീ അൽഗോരിതം ആണ്. അതിനകത്ത് നമ്മൾ ഡിസിഷൻ ട്രീ അൽഗോരിതത്തിന്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഗെയിൻ അല്ലെങ്കിൽ ഗെയിൻ റേഷ്യോ അല്ലെങ്കിൽ ജിനി സ്പ്ലിറ്റ് ഇൻഡെക്സ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്യണോ എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ പേഷ്യൻ്റ്ലി ഹിയറിംഗ് ദിസ്.
So we will discuss about the decision tree algorithms in the next video.